ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ രവിയുടെ നെയ്ബറാ. ഇന്ദുവിനൊന്ന് കാണാമെന്നതാ. എന്താ വിശേഷം? രവിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാ. രവിയെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എന്നോട് സംസാരിക്കാം. ഞാൻ ഇന്ദുവിന്റെ അച്ഛനാണ്. ഇതെന്താണ് സാർ? വക്കീൽ നോട്ടീസ് ആയിരിക്കും. ഇന്ദു എന്തൊരു അബദ്ധമാണ് ഈ കാണിക്കുന്നത്. സാറിന് ഇന്ദുവിനൊന്ന് പ്രതീക്ഷിച്ചൂടെ? എന്തിന്? താലി കെട്ടിയ ഒരു ഭാര്യയും കുഞ്ഞുമുള്ളപ്പോ തെരുവുവേശികളെ തേടിപ്പോയ ഒരുത്തനെ ഭാര്യ വേണ്ടാന്ന് പറഞ്ഞതാണോ അബദ്ധം? സാർ, സത്യമറിയാതെ സാർ സംസാരിക്കുന്നത്. നിങ്ങൾ രവിയുടെ റെക്കമെൻഡേഷനുമായിട്ട് വന്നതാണോ? എന്നാൽ അവനോട് പോയി പറഞ്ഞേക്ക്, മംഗലത്ത് നാരായണൻ നായരുടെ പടിക്കകത്ത് ഇനി അവന് കാലുകുത്താൻ പറ്റില്ലെന്ന്. നിങ്ങൾ പോവാ. എന്തായി സലീം? ഐ എം സോറി. യുവർ ഓണർ, എന്റെ കക്ഷി ഡോക്ടർ ഇന്ദു വിവാഹമോചനം ആവശ്യപ്പെടാൻ സാധൂകരിക്കുന്ന 2 കാരണങ്ങൾ കോടതി മുമ്പാകെ ബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹോട്ടൽ ഷാലിമാറിൽ 401 നമ്പർ മുറിയിൽ നിന്നും ഒരു തെരുവുവേശിയോടൊപ്പം അസന്മാർഗിക പ്രവർത്തനത്തിന് പോലീസുകാരാൽ പിടിക്കപ്പെടുകയും തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും CC 342 നമ്പർ കേസിൽ SIT ആക്ട് അനുസരിച്ച് മിസ്റ്റർ രവി ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള എക്സിബിറ്റ് B6 ജഡ്ജ്മെന്റ്. എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ മിസ്റ്റർ രാജശേഖരൻ നായരുടെ മൊഴിയിൽ നിന്നും മിസ്റ്റർ രവി കോളേജിലെ ഏറ്റവും ദുർമാർഗിയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നതും അതിന്റെ പേരിൽ സസ്പെൻഷൻ തുടങ്ങി പല ശിക്ഷാ നടപടികൾക്കും പല പ്രാവശ്യം വിധേയനായി തീർന്നിട്ടുണ്ട് എന്നും ഇതിനകം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിവാഹത്തിലൂടെ മിസ്റ്റർ രവിയെ തിരുത്തിയെടുക്കാം എന്ന തെറ്റിദ്ധാരണയിലാണ് എന്റെ കക്ഷി ഡോക്ടർ ഇന്ദു മിസ്റ്റർ രവിയെ വിവാഹം കഴിച്ചത്. പക്ഷേ 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പിതാവായതിനു ശേഷവും മിസ്റ്റർ രവി തന്റെ അസന്മാർഗിക പ്രവർത്തികൾ തുടർന്നു വരികയായിരുന്നു എന്ന സത്യം കോടതിയോട് ബോധ്യപ്പെടുത്തുവാൻ തെളിവുകളിലൂടെ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ എന്റെ കക്ഷിക്ക് അനുകൂലമായി നീതിയുക്തമായ ഒരു വിധി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മിസ്റ്റർ രവി, have you anything to say? നോ സർ. മിസ് രജനി, നിങ്ങളുടെ കക്ഷി കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? യെസ് യുവർ ഓണർ, ഷീ ഈസ് പ്രസന്റ്. കുട്ടിയെ കൊണ്ടില്ല. എന്താ മോളുടെ പേര്? മിനിമോൾ. മിനിമോൾക്ക് ഡാഡിയുടെ കൂടെ താമസിക്കുന്നതാണോ ഇഷ്ടം, അതോ മമ്മിയുടെ കൂടെയോ? ഞാൻ മമ്മിയുടെയും ഡാഡിയുടെയും കൂടെയാ താമസിക്കുന്നത്. ആരുടെ കൂടെ താമസിക്കാനാണ് മോൾക്ക് കൂടുതൽ ഇഷ്ടം? ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ. Now you can take your child. കുട്ടി എടുത്തോളൂ. The judgment will pronounce on Monday, 17th May.
വിവാഹശേഷവും എതിർകക്ഷി മിസ്റ്റർ രവി പരസ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതിനാൽ ഹിന്ദു മാരേജ് ആക്ട് 13-ാം വകുപ്പ് പ്രകാരം വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു. കുട്ടിയുടെ രക്ഷകത്വത്തിന്റെ കാര്യത്തിൽ മിനി എന്ന പെൺകുട്ടിയെ ആഴ്ചയിൽ 3 ദിവസം എതിർകക്ഷി രവിയുടെ കൂടെ നിർത്തേണ്ടതാണെന്നും മാതൃവാത്സല്യം കൂടുതൽ ലഭിക്കേണ്ട പ്രായത്തിലുള്ള ഈ കുട്ടിയെ ബാക്കി ദിവസങ്ങൾ മാതാവായ ഇന്ദുവിന്റെ കൂടെ നിർത്തേണ്ടതാണെന്നും ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ടിലെ വകുപ്പുകൾക്ക് വിധേയമായി കോടതി വിധി കൽപ്പിക്കുന്നു. മോളെ വെറുതെ ഇരിക്കേ, പറയുന്നത് കേക്ക്, ഒന്ന് ചുപ്പായി. ചുമ്മാ ഇരിക്കെ, പറഞ്ഞു കേക്ക്, നീ അടി വാങ്ങിക്കും. പറഞ്ഞേക്കാം, ഒന്ന് ചുമ്മാ ഇരിക്കും മോളെ, പറയുന്നത് കേക്ക്. പോലെ വണ്ടി എടുക്കും, വെറുതെ ഇരിക്കേ. ഹലോ, ചന്ദ്രശേഖരൻ മേനോൻ. ഞാനാണ് ഡാഡി. എന്തായി മോളെ? ഡാഡി നാളെ ഇങ്ങോട്ട് വരണം. കാര്യങ്ങളൊക്കെ എവിടം വരെയായി മോളെ? എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ. വെരി ഗുഡ്. ആ, ഞാൻ നാളത്തെ ഫ്ലൈറ്റ് എത്തിയേക്കാം. എന്താ മോളെ, എന്തിനാ ഇത്ര പെട്ടെന്ന് ഡാഡിയെ വിളിച്ചത്? അങ്കിളിന് അറിയാമോ,
എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഡാഡിയുടെ അപ്രതീക്ഷിതമായ ഈ വരവ്. മോൾ എന്തായി പറയുന്നത്? സിംഗപ്പൂരിലായിരുന്ന അങ്കിൾ അതൊന്നും വ്യക്തമായി അറിഞ്ഞിരിക്കില്ല. എന്റെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനം തകർന്നു വീഴാൻ കാരണക്കാരനായി ഒരുത്തൻ ഇന്നിവിടെ സുഖമായി ജീവിക്കുന്നു. അവനോട് എനിക്ക് പകരം ചോദിക്കണം. അങ്കിളിന് അറിയാമോ എന്റെ വിവാഹം മുടങ്ങിയത് എങ്ങനെയാണെന്ന്? എന്റെ കുടുംബത്തിന്റെ മാനം പോകാൻ കാരണക്കാരൻ ആരാണെന്ന് അങ്കിളിന് അറിയാമോ? ഇന്ദുവിന്റെ ഭർത്താവായ എഞ്ചിനീയർ രവി. അവൻ ഇന്ദുവിന്റെ ഭർത്താവ് അല്ലാതാകണം. അത് ഞാൻ നേടിക്കഴിഞ്ഞു. അവനിന്ന് ഇന്ദുവുമായി യാതൊരു ബന്ധവുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. ഡാഡി വരട്ടെ, ഞാൻ എല്ലാം വ്യക്തമാക്കാം. ഡാഡി എപ്പോഴാ വരുന്നത്? നാളെ മോർണിംഗ് ഫ്ലൈറ്റിന്.